പയ്യന്നൂർ റേസിൻ്റെ വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷേ ഉമ്മയും വാപ്പയും ദൂരത്ത് വിദേശത്തായതുകൊണ്ട് മൂത്താപ്പയാണ് കൂടെയുള്ളത്. അദ്ദേഹമായിരുന്നു ആദ്യം തൊട്ട് ഇതിൻ്റെ കൂടെ നിന്ന് നമ്മൾ കണ്ടിരുന്ന ഒരാളും. ഇപ്പോൾ നമ്മളൊരു കൊച്ചിനെ പഠിക്കാനായിട്ട് പോയ കിർഗിസ് നാഷണൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വിടുന്ന സമയത്ത് ഏത് വിദേശ രാജ്യത്ത് വിട്ടാലും ആമ്പിള്ളേരാകുമ്പോൾ പ്രത്യേകമായിട്ട് കുറേ കൺസേൺ ഒക്കെ വരുമല്ലോ. അവർ ചെന്ന് കൂട്ടുകാരുടെ കൂടെ ചെന്നിട്ട് എങ്ങനെയാവും, അവന്മാർ പഠിക്കുമോ, കൃത്യസമയത്ത് പോവുമോ, അവസാനം ഹോസ്റ്റലിൽ പ്രശ്നം ഉണ്ടാവുമോ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം അവിടെ അവൻ പറയുന്നുണ്ടോ? ഒരു പ്രശ്നവും പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ കോഴിക്കോട് ഒരു സമ്മിറ്റ് ഉണ്ടായിരുന്നു, ഒരു മീഡിയ വൺ ചാനലിൻ്റെ ഇതിൽ. അപ്പോൾ ഞാൻ അവനെയും കൂട്ടി പോയി, ഇപ്പോൾ പറഞ്ഞിട്ടാണ് പോയത്. പോയ സമയത്ത് ഒരുപാട് ഏജൻസ് ഉണ്ടല്ലോ, ഈ ഏജൻസൊക്കെ ഓരോരോ ഓഫറും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ അവനും ബോധിച്ചില്ല, എനിക്കും ബോധിച്ചില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ വന്നിട്ട് എൻ്റെ ഒരു ഡോക്ടർ വരും, ഷാഫി എന്ന് പറയുന്നത്, ഏനപ്പോയിലെ ഡെൻ്റൽ കോളേജിലെ ഫസ്റ്റ് ബാച്ചാണ് പുള്ളി. പുള്ളി എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, ഏനപ്പോയി ഒരു ഫോറിൻ എബ്രോഡ് യൂണിവേഴ്സിറ്റി എന്തോ പരിപാടി ഉണ്ട്, എന്താണെന്ന് അറിയില്ല, ഞാൻ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. മൂപ്പർ അന്വേഷിച്ച സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്പർ ഏതോ നമ്പർ തന്നപ്പോൾ ആ നമ്പറിൽ വിളിച്ചു. ഞാൻ റയീസിനെ ഏൽപ്പിച്ചു, കാരണം അവനാണല്ലോ പോകേണ്ടത്. അവനൊക്കെ ശരിക്കും ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ ഞാൻ എഴുതി കൊടുക്കും, ഇന്ന പോലെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഷാഫി ഡോക്ടർ പറഞ്ഞു, ഞാനിപ്പോൾ ഉണ്ടല്ലോ, ഇനിയൊന്നും ആലോചിക്കാനില്ല അതാണ്. കാരണം പറഞ്ഞത് ചെയ്യും, ഒന്നും ആലോചിക്കേണ്ട, ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികം. ഇപ്പം ഞാൻ മൂത്തപ്പല്ലേ, അപ്പം എൻ്റെ ഒരു ഇഷ്ടം ചെയ്തുകൊടുല്ലോ. അപ്പോൾ ഈ വേറെ ഒന്നും ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോന്നു. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ബാച്ചാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫസ്റ്റ് ബാച്ച് ആകുമ്പോൾ ധൈര്യമായിട്ട് പോകാം, ഏറ്റവും നല്ലതല്ലേ, കാരണം ഫസ്റ്റ് ബാച്ച് ആകുമ്പോൾ ധൈര്യമായിട്ട് പോകല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ്. അങ്ങനെ അപ്പോൾ ഇവന് ഇത് മെഡിസിന് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവനേക്കാൾ ഇവൻ്റെ ഉപ്പാക്കാണ് ആഗ്രഹം. അപ്പോൾ അത് വെച്ച് പിന്നെ അന്വേഷിച്ചപ്പോൾ നല്ലതാണെന്ന് തോന്നിയപ്പോൾ ബാക്കി റഷ്യ ആയാലും അല്ലെങ്കിൽ ജോർജിയ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ഇതായിരിക്കും എന്നുള്ളൊരു മുൻവിധി ശരിക്കും ഉണ്ട്. അത് അങ്ങനെ അതിൻ്റെ ഇടയിൽ തന്നെ ഒരു ആഡ് കണ്ട്, നിങ്ങളെ ഒരു ആഡ് ഉണ്ടായിരുന്നു ഇതിൽ യൂട്യൂബിലൊക്കെ. അപ്പോൾ അതിൽ ഇതേപോലെ കിർഗിസ്ഥാനിലെ ഇതിലുണ്ട്, അത് കാണിക്കാമല്ലോ അല്ലേ? പിന്നെ ഇതാണ് സംഭവം. ഈ ഓ ഇതാരെ ചെയ്ത ഞങ്ങളിതൊക്കെ തീരുമാനിച്ച ശേഷം ഇത് കാണുന്നത്, എല്ലാം തീരുമാനിച്ച ശേഷം ഇത് കാണും. ആദ്യം കണ്ടല്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു വിശ്വാസം. പക്ഷേ ഇത് വിശ്വാസം വന്നാലും എത്തിക്കഴിഞ്ഞിട്ട് എന്തായിരുന്നു എന്നുള്ളത്, എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം തന്നെ ചോദിച്ചത് ആടാ ഈ പറഞ്ഞ സൗകര്യങ്ങൾ എങ്ങനെയാണ്. അവൻ പറഞ്ഞു പറഞ്ഞ സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സൗകര്യം ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല. ക്ലാസ് എപ്പോൾ തുടങ്ങുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ക്ലാസ് തുടങ്ങി, ഇനി ഒരു ബാച്ച് വരാനുണ്ട്, അതുപോലെ തന്നെ ഈ ഫാക്കൽറ്റീസിൻ്റെ ഒരു വരവ് ഉണ്ട്, കുഴപ്പമില്ല. അങ്ങനെ ഒരാഴ്ചയോ കഴിഞ്ഞപ്പോൾ ക്ലാസ് തുടങ്ങി. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചു. എങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ ഹോസ്റ്റലിൻ്റെ സെക്യൂരിറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു എത്ര 7 മണിയാണ് എന്ന് പറഞ്ഞു, അത് സ്ട്രിക്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ സ്ട്രിക്റ്റാണ് നല്ലത്, അത് സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ ബാക്കി പിന്നെ ഈ ഫുഡിന് ഞാൻ ചോദിക്കാറില്ല, കാരണം നമ്മൾ കൺസേൺ ഫുഡല്ല. ഇപ്പോൾ ആൻ്റണി സാറ് ഇപ്പോൾ ഒരിക്കൽ ഇതിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതല്ലല്ലോ, പഠിക്കാനല്ലേ, അതാണ് പ്രിവിലേജ്. എനിക്കിഷ്ടമായത്. അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞു നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും നീ എന്നെയാണ് അറിയിക്കേണ്ടത്. എല്ലാ ഹോസ്റ്റലിൽ എല്ലായിടത്തും വിഷമമുണ്ടോ, പക്ഷേ എന്നെ അറിയിച്ചിട്ട് നമുക്കത് പരിഹരിക്കാൻ പറ്റും. ഡയറക്റ്റ് ഉമ്മാനെ അറിയിക്കുമ്പോൾ ഒരു ലേഡി ഭയങ്കര പേടിക്കല്ല, ഇല്ല ഒന്നുമില്ല. അതാണ് ഇതുവരെ. ഇന്നലെ വൈകിട്ട് 9:30 മണിക്ക് ഞാൻ വിളിച്ചാണ്. ഇന്നലെ പറഞ്ഞു ഒരു കുഴപ്പം എനിക്കില്ല, പിന്നെ ക്ലാസ്സൊക്കെ നന്നായി പോകുന്നുണ്ട്, പിന്നെ രാത്രി 9 മണി വരെ ഹോസ്റ്റലിൻ്റെ ടൈം നീട്ടി തന്നിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോമ്പിന് കുഴപ്പമൊന്നുമില്ല, നോമ്പെടുക്കാൻ പറ്റുന്നു. പിന്നെ പുറത്ത് ഇതൊരു ടർക്കിഷ് പള്ളിയൊക്കെ ഉണ്ട്, പക്ഷേ അത് 9 ആയതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. മറ്റു കുഴപ്പമുള്ള നല്ലതാണ്. ഇപ്പം എന്തായാലും വിളിക്കാതെ വെച്ചപ്പോൾ പറഞ്ഞു ഇപ്പം മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത്, എനിക്ക് എക്സാം അതൊക്കെ കിട്ടിയിരുന്നു, സെമ്മിൻ്റെ എക്സാം എഴുതണമെങ്കിൽ ഇത് പാസ്സാവണം. അപ്പോൾ ഞാൻ ചോദിച്ചു അവനോട്, സാധാരണഗതിയിൽ ഇപ്പോൾ മൊഡ്യൂൾ പാസ്സായിട്ടെങ്കിൽ എക്സാം എഴുതിക്കുന്ന ഏർപ്പാടുണ്ടല്ലോടാ, ഇവിടെ നടക്കൂല, സ്ട്രിക്റ്റായിട്ട് അക്കാദമിക്ക് സ്ട്രിക്റ്റാണ്. ഞാൻ വേറെ എന്തിനു നോക്കാനില്ല, നിന്നെ ഏൽപ്പിച്ച പണി എടുക്കുക, പഠിക്കുക, എന്നെ കൊണ്ട് ഞാൻ വിളിച്ചാൽ മതി, നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. അങ്ങനെ സംസാരിച്ചിട്ട് അങ്ങ് ഇതാക്കി ആൾ ഫുൾ ഹാപ്പിയാണ്. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു ഹാപ്പി ഇല്ലാത്തവരുണ്ടോ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരാൾക്ക് ഓരോ കൺസേൺ അല്ലേ. അത് അവൻ പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പെർഫെക്റ്റ് ഹാപ്പിയാണ്, മറ്റു കുഴപ്പമൊന്നുമില്ല. എൻ്റെ എയിം എന്ന് പറയുന്നത് പഠിത്തമാണ്.
അങ്ങനെ ഒരാൾക്ക് താല്പര്യമുള്ളവർക്ക് ബെസ്റ്റാണെന്നാണ് പറയുന്നത്. ബെസ്റ്റ് അത് ഓനെ കൊണ്ട് പറയിച്ചതല്ല, അവനായിട്ട് എന്നോട് പറഞ്ഞ അവനെ വിളിക്കുമ്പോഴെപ്പോഴും ഞാൻ ചോദിക്കും അക്കാദമിക്ക് പിന്നെ ഇതെങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഇതെല്ലാം അതിൻ്റെ രീതി എങ്ങനെയാണ് പറഞ്ഞാൽ അത് നല്ല നാട്ടിലെ പോലെ തന്നെയാണ്, അത് ഒരു കോംപ്രമൈസും ഇല്ല, നന്നായി പഠിപ്പിക്കുന്നുണ്ട്. അനാട്ടമി എന്തോ ക്ലാസ്സൊക്കെ പറഞ്ഞു അതിനെ പറ്റിയിട്ട് അവൻ പറഞ്ഞ ഒന്നും കുഴപ്പമില്ലെന്നല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കത് സാറ്റിസ്ഫൈഡ് ആണ് ആ കാര്യത്തിൽ. കാരണം നമ്മൾ മുൻകേട്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഓൺ സാറ്റിസ്ഫൈഡ് ആയ തെളിവാണ്. അവൻ പോയതിനു ശേഷം ഇന്നേ വരെ ആശയം വിളിച്ചിട്ടില്ല, വിളിക്കേണ്ട വന്നിട്ടില്ല, വിട്ട ആളുകളെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ. അതെ, പരാതികൾ മാത്രമല്ല ആന്റണി സാർ നമ്പർ ഞാൻ വാങ്ങിയിട്ടില്ല. കാരണം അങ്ങനെ വേണ്ടി വരില്ല, അങ്ങനെ നമ്മൾ പേടിച്ചിട്ട് ആളെ നമ്പർ വാങ്ങില്ല, അങ്ങനത്തെ വിഷയം ധൈര്യമായിട്ട്. ഇത് സത്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം അവൻ ഹാപ്പിയാണ്. നമ്മൾ എന്തിനാണ് നമ്മൾ പോയത്, ആ പോയത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് അവനുണ്ട്. പിന്നെ പഠിക്കുന്നതിനും അതല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മൾ നോക്കേണ്ടത് ഇപ്പം ഫാക്കൽറ്റീസിൻ്റെ പ്രശ്നം, പഠിക്കാനുള്ള ക്ലാസ്സിൻ്റെ വിഷയം, അങ്ങനത്തെ ഒരു കോംപ്രമൈസുള്ള ക്ലാസ്സൊന്നുമല്ല. നമ്മുടെ നാട്ടിലുള്ള നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു, ഏനപ്പ യൂണിവേഴ്സിറ്റീൻ്റെ ഇത് മംഗലാപുരം ക്യാമ്പസ്, അത് എപ്പോഴും ക്യാമ്പസ് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ശരിക്കും ഇത് കൺസീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്ന് പറഞ്ഞത് ഒരു 90% ഞാൻ സാറ്റിസ്ഫൈഡ് ആ കാര്യത്തിൽ. 90 നമ്മൾ തുടങ്ങി 100 നമ്മൾ എത്തിക്കും, ഇതാ പറഞ്ഞത്. നമ്മളൊരു സ്ഥലത്തോട്ട് ആളെ പഠിക്കാൻ വിട്ടിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞവരെന്ത് ചെയ്തു അന്വേഷിച്ച് കൊണ്ടേയിരിക്കണമെന്ന് ആ അന്വേഷണത്തിൻ്റെ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റൈസിൻ്റെ വീട്ടിൽ പയ്യന്നൂരിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോവുക ഇനി.